Hi everyone, this is Vebin Safe from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ കുറേയധികം എക്സൈറ്റിംഗ് ആയ ന്യൂസുകൾ സംസാരിക്കാനുണ്ട്. സോ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണുക. ഇതേപോലെ റെഗുലർ ആയിട്ട് ആപ്പിളിലെ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പെടുത്തുക. സോ ദിസ് ഇസ് Vebin Savior. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 18.5 ഒരു ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ കുറച്ചധികം അടിപൊളിയായ ചേഞ്ചസും വരുന്നുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ RCS അഥവാ റിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആപ്പിളിൻ്റെ ഐഫോൺ യൂസേഴ്സിന് വന്നിട്ടുണ്ട്. ഇത് സ്പെഷ്യലായിട്ട് ജിയോ യൂസേഴ്സിന് മാത്രമാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതോടൊപ്പം ഈ പറയുന്ന എയർടെൽ യൂസേഴ്സിന് 5G സ്റ്റാൻഡലോൺ എന്ന് പറയുന്ന കുറച്ചധികം ഫാസ്റ്റ് കൂടിയ നെറ്റ്വർക്കിൻ്റെ ഒരു ഓപ്ഷനും ഐഫോണിൽ അവൈലബിൾ ആണ്. RCS കുറേയധികം കൂട്ടുകാർക്ക് വർക്കാവുന്നില്ല, അതേപോലെ 5G സ്റ്റാൻഡലോൺ കുറേയധികം കൂട്ടുകാർക്ക് വർക്കാവുന്നില്ല എന്നിങ്ങനെ കുറച്ചധികം കംപ്ലയിൻസും റിപ്പോർട്ട്സും നമുക്ക് കിട്ടിയായിരുന്നു. ഈ ഒരു കാര്യം സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. എന്നിട്ടും ഈ പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാരിയർ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഒന്ന് ചോദിക്കുക. സിം ചിലപ്പോൾ പഴയതാണെങ്കിലും ഈ പറഞ്ഞ ഓപ്ഷൻ വരാതിരിക്കാം. അതോടൊപ്പം ഈ സിം ആയ കൂട്ടുകാർക്കും ഈ പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടിയായിരുന്നു. ഇങ്ങനെ ഉണ്ടെങ്കിലും ഏറ്റവും നല്ലത് ഈ പറഞ്ഞ സിം കാരിയർ സർവീസ് സെൻറ്ററിൽ തന്നെ പോയി ചോദിക്കുന്നതോ അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുന്നതാണ് ബെറ്റർ. ഈ സിം ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ടേൺ ഓൺ ചെയ്താൽ ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന സർവീസ് നമുക്ക് അവൈലബിൾ ആകും. അതോടൊപ്പം ഫിസിക്കൽ സിം യൂസ് ചെയ്യുന്ന കൂട്ടരാണെങ്കിൽ ഒരു 5 വർഷത്തിനൊക്കെ പഴയ അല്ലെങ്കിൽ 5 വർഷത്തിന് മുമ്പുള്ള സിം ആണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ലഭിച്ചു എന്നുണ്ടാവില്ല. അതൊന്ന് സിം പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എയർടെൽ എനിക്ക് 50 രൂപയെന്നുള്ളൂ പുതിയ സിം എടുക്കാൻ, അതേ സെയിം നമ്പറിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സിം കിട്ടും. ഏകദേശം 1-2 മണിക്കൂർ കഴിഞ്ഞാൽ ആക്ടിവേഷൻ ആവും. സോ ആ ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ആ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഫോണിന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് വന്നില്ലെങ്കിൽ സിം കാരിയർ സർവീസിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാനും അതേപോലെ കിട്ടുമെന്ന് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം. അടുത്തൊരു അപ്ഡേഷനാണ് iPadOS 17.7.7 എന്ന അപ്ഡേഷൻ ആപ്പിൾ സൈൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, എക്സ്ട്രീംലി ബഗ്ഗി ആയിട്ടാണ് ഈ പറഞ്ഞ iPad 6th ജനറേഷനിലൊക്കെ ഈ ഒരു OS റൺ ചെയ്യുന്നത്. കുറേയധികം കൂട്ടുകാർക്ക് ആപ്ലിക്കേഷൻസ് എടുക്കുമ്പോൾ ഫെയിലിയർ ആവുന്നു. അതോടൊപ്പം കുറേയധികം പ്രോംപ്റ്റുകൾ വരുന്നു, ഫേസ് ഐ ഡി ചോദിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റിയുടെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു. ഇങ്ങനെ കുറേയധികം ബഗ്ഗുകൾ iPadOS 17.7.7 ആപ്പിളിന് റിപ്പോർട്ടഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അപ്ഡേഷനും ആപ്പിൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇനി iPad 6th ജനറേഷൻ യൂസ് ചെയ്യുന്ന കൂട്ടർക്ക് ആ ഒരു അപ്ഡേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനുള്ള ഓപ്ഷൻ എന്തായാലും ഉണ്ടാവില്ല. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ iPadOS 17.7 റൺ ചെയ്യുന്ന കൂട്ടർക്ക് ഇതേപോലെ ബഗ്ഗിയോ ബാക്കി കാര്യങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്. എന്തെന്നല്ലേ, WW25 നമ്മുടെ എവിക്ക ടീമും എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഒരു പബ്ലിക് ഇൻട്രാക്ഷൻ പരിപാടി സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, ഓരോ ആൾക്കാർക്കും അവരുടെ ഐഫോണും അല്ലെങ്കിൽ അവരുടെ മാക്ബുക്കും അടുത്ത അപ്ഡേഷനിൽ ഇങ്ങനെ വന്നാൽ പുതിയ ഓപ്ഷൻ വന്നാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതോടൊപ്പം കുറേയധികം ക്രിറ്റിസിസം ഉണ്ടാവും. ഈ ഒരു ഓപ്ഷൻ കൊള്ളില്ല, അല്ലെങ്കിൽ ഈ ഓപ്ഷൻ കാട്ടി നല്ലത് അതായിരുന്നു, പഴയ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ ഫോട്ടോ ആപ്പാണ് നല്ലത്, പുതിയ ആപ്പ് നല്ലതല്ല, അങ്ങനെ കുറേയധികം ക്രിറ്റിസിസം ഉണ്ടാവും. നിങ്ങളുടെ ആ ഒരു ഡ്രീം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തോട്ട് എന്താണെന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഷെയർ ചെയ്യുക. ഇത് ആൻഡ്രോയിഡ് യൂസറിനും ഐഫോൺ യൂസറിനും ഇനി ഈ പറഞ്ഞ ഐഫോൺ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു ഓപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വേറൊന്നുമില്ല, ഇതിൽ ഹാൻഡ് പിക്ക് ചെയ്യുന്ന കുറച്ചധികം കമൻസുകൾ എന്തായാലും നമ്മുടെ WW25 കൗണ്ട് ഡൗണിൽ നമ്മൾ പിൻ ചെയ്യും. ആ ഒരു ഇൻസ്റ്റാഗ്രാം യൂസറിനൊക്കെ നമ്മൾ പിൻ ചെയ്യും. സോ ഇതിൽ എല്ലാവർക്കും പങ്കെടുക്കാം. നിങ്ങളുടെ ഈ പറഞ്ഞ ഡ്രീം, ആപ്പിളിന് വരാനുള്ള ഡ്രീം അല്ലെങ്കിൽ ആപ്പിളിൽ കൊണ്ടുവരേണ്ട എന്താണ് നിങ്ങളുടെ ഡ്രീം എന്ന് നമ്മുടെ IG അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും തൊട്ട് താഴത്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും ഈ പറഞ്ഞ പബ്ലിക് ഇൻട്രാക്ഷനിൽ നിങ്ങൾ പങ്കുചേരണം. കാരണം ഇത് എല്ലാവരുടെയും കാര്യം, അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഓരോരോ തോട്ടുകളായിരിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്കറിയാനും പബ്ലിക്കിൽ അത് നല്ല രീതിക്ക് ഇമ്പാക്റ്റ് കൊടുക്കാനും ചിലപ്പോൾ ഹെൽപ്ഫുൾ ആകും. സോ എന്തായാലും ഡ്രീം അബൌട്ട് യുവർ ആപ്പിൾ എന്ന് പറഞ്ഞ ഈ ഒരു പബ്ലിക് ഇൻട്രാക്ഷനിൽ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ലിങ്ക് ഞാൻ ഒന്നും കൂടെ ഞാൻ പറഞ്ഞേക്കാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്തത് iOS 9 കൺഫേം ആയിട്ട് വരാൻ പോകുന്ന ഫീച്ചേഴ്സ് ആപ്പിൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല, ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. അല്ല, ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ചാനലിലെ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. ഞാൻ ഇതേപോലെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഐ ബട്ടണിലോ ഞാൻ കൊടുത്തേക്കാം. എന്തായാലും കണ്ടുനോക്കുക. കാരണം കുറേയധികം അടിപൊളിയായ ഓപ്ഷൻസാണ് iOS 9 വരാൻ പോകുന്നത്. ഈ പറഞ്ഞ അടിപൊളി എന്ന് പറഞ്ഞ കാര്യം ഓർത്തപ്പോഴാണ്
ഒരു പുതിയ കാര്യം ആപ്പിൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എന്തെന്നറിയാമോ? ഇറ്റ്സ് കോൾഡ് ആപ്പിൾ കാർപ്ലേ അൾട്ര. മോനെ കിട്ടിടമായിട്ടാണ് ആപ്പിൾ ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ്റ്റോൺ മാർട്ടിന് മാത്രമാണ്. ആപ്പിൾ പോർഷെയാണ് ആദ്യം പറഞ്ഞത്, പക്ഷേ ആസ്റ്റോൺ മാർട്ടിനാണ് ഇപ്പോൾ. ആസ്റ്റോൺ മാർട്ടിൻ ഒരു കാറ് ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ പറഞ്ഞ കാർപ്ലേ അൾട്രയ്ക്ക് വേണ്ടിയാണ്. ആ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എല്ലാത്തിനും വേണ്ടിയിട്ട്. നമ്മൾ കാർപ്ലേ യൂസ് ചെയ്യുന്ന കൂട്ടരാണെങ്കിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അല്ലെങ്കിൽ നടുക്കുണ്ടാവുന്ന ആ ഒരു സ്ക്രീൻ മാത്രമാണ് പൊതുവെ ആപ്പിളിൻ്റെ ഐഫോണായിട്ട് കണക്ട് ചെയ്തതിനെ മാറാറ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് മൊത്തം കാറാണ് മാറാൻ പോകുന്നത്. അല്ലെങ്കിൽ മൊത്തം കാറിൻ്റെ ആ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഇൻസ്ട്രുമെന്റൽ ക്ലസ്റ്ററും എല്ലാ കാര്യങ്ങളും മാറും. അതും ഈ പറഞ്ഞ കാറിൻ്റെ നേറ്റീവായ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ടാവും, ഫങ്ഷണാലിറ്റീസ്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാറിൻ്റെ തണുപ്പ് കൂട്ടുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെമ്പറേച്ചർ കൺട്രോൾ, ടെമ്പറേച്ചർ ചൂടാക്കണം തണുപ്പാക്കണം എന്നുള്ള ഓപ്ഷൻ. അതോടൊപ്പം എന്താ പറയുക, സൗണ്ടിൻ്റെ സിസ്റ്റം, നമുക്ക് ഓരോ പോയിന്റിൽ എവിടെ വെക്കണം, ഈ പറഞ്ഞ സൗണ്ടിൻ്റെ EQ അല്ല ട്രബിള്, ബേസ്, അങ്ങനെ കുറേ കൺട്രോൾ ചെയ്യുന്ന കാര്യം ഇതെല്ലാം കാറിൽ ഇൻബിൽഡ് ആയിരിക്കും. പക്ഷേ ആപ്പിളിൻ്റെ കാർപ്ലേ അൾട്രയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ആപ്പിൾ കാർപ്ലേ ആണ്. മൊത്തമായിട്ട് മാറുകയാണ്. മൊത്തമായിട്ട് നമ്മൾ കാറിൻ്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ബാക്കി എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആപ്പിളിൻ്റെ കാർപ്ലേയിലേക്ക് മാറും. അത് ഫങ്ഷണാലിറ്റി വൈസും അതോടൊപ്പം തന്നെ പ്രൊഡക്ടിവിറ്റി വൈസും അടിപൊളിയായിട്ടാണ് മാറാൻ പോകുന്നത്. ആൻഡ് ഇനി 2027, 26, 27 ആ ഒരു സമയമാകുമ്പോഴത്തേക്കും കുറേ കമ്പനികളിലേക്കാണ് ആപ്പിൾ ഇത് ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്. ലാൻഡ് റോവർ, ജാഗ്വാർ, പോർഷെ, അതേപോലെ കിയ, പിന്നെ നമ്മുടെ ഹണ്ടൈ, പിന്നെ ജെൻസിസ്, അങ്ങനെ കുറേ അധികം കാറിലേക്ക്, നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് കാറുകളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് നമ്മൾ പൊതുവെ കാണുന്ന കാറുകളിലേക്കും ഈ പറഞ്ഞ ഓപ്ഷൻസ് ആപ്പിൾ കാർപ്ലേയുടെ അൾട്ര എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും വേണമെങ്കിൽ അതിന് ഡെഡിക്കേറ്റഡ് ആയ വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ താഴത്തെ ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ ആപ്പിൾ കാർപ്ലേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെപ്പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ എന്തായാലും ചെയ്യാം. എനിക്ക് എപ്പോഴും ആപ്പിൾ എന്നുള്ള കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം ഡീറ്റെയിലിംഗ് ആണ്. വാൾപേപ്പർ ആയിക്കോട്ടെ, ചെറിയൊരു ഐക്കൺ ആയിക്കോട്ടെ, എല്ലാത്തിലും അവർ ഡീറ്റെയിലിംഗ് കൊടുക്കും. സോ നമുക്കറിയാം ഇപ്പോൾ ഈ കൊല്ലം വരാൻ പോകുന്ന F1 എന്ന് പറഞ്ഞ മൂവി, ബ്രാഡ് പിറ്റ് ആണെന്ന് പറയുന്ന നായകൻ. സോ ആ ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആപ്പിളാണ്. ആപ്പിൾ ഒറിജിനൽ സീരീസ് അല്ലെങ്കിൽ ഒറിജിനൽ ഫിലിമായിട്ടാണ് ഈ പറഞ്ഞ F1 എന്ന് പറഞ്ഞ മൂവി വരാൻ പോകുന്നത്. സോ F1 മൂവിനെ അനുബന്ധിച്ച് അല്ലെങ്കിൽ F1 എന്ന് പറയുന്ന കാര്യത്തിനെ അനുബന്ധിച്ച് തന്നെ ആപ്പിളിൻ്റെ TV-യിൽ ഇപ്പോൾ F1 റേസിങ്ങും ബാക്കി കാര്യങ്ങളും നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഷോ എന്താ പറയുക ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം ബേസ് ചെയ്തുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ മാപ്സിൽ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താണല്ലേ, കഴിഞ്ഞ ദിവസം എന്താ പറയുക മൊണാക്കോയിൽ ഗ്രാൻഡ് പ്രിക്സിൻ്റെ F1 ഗ്രാൻഡ് പ്രിക്സിൻ്റെ ഒരു റേസ് ഉണ്ടായിരുന്നു. ആപ്പിൾ മാപ്സിൽ അതിനു വേണ്ടി ആ മാപ്പിൻ്റെ സർക്യൂട്ട് ഫുൾ അവർ റീഎഡിറ്റ് ചെയ്തു. ആബ്സല്യൂട്ട്ലി മൈൻഡ് ബ്ലോവിങ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. ഓരോ ചെറിയ ചെറിയ ടേണും അതേപോലെ ആ ഒരു ട്രാക്കും കറക്റ്റായിട്ട് കൊടുക്കുകയും F1 കാറ് ഈ പറഞ്ഞ മാപ്പിൽ സെറ്റ് ചെയ്യുകയും ബ്യൂട്ടിഫുള്ളായിട്ട് ആപ്പിൾ മാപ്സിൽ ഇത് അലൈൻ ചെയ്തിട്ടുണ്ട്. ആപ്പിൾ മാപ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത്രമാത്രം എന്താ പറയുക ഒരു ഫെയിം അല്ലെങ്കിലും പുറത്ത് എസ്പെഷ്യലി അമേരിക്ക, കാനഡ എന്നീ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം ആപ്പിൾ മാപ്സിന് വലിയൊരു പ്രാധാന്യം തന്നെയാണ് എല്ലാവരും കൊടുക്കുന്നത്. അതോടൊപ്പം കുറേയധികം ആൾക്കാർ ഇപ്പോൾ പെഡസ്ട്രിയേഴ്സ് ആയാലും സൈക്കിൾ ചെയ്യുന്നവരായാലും ഈ പറഞ്ഞ കാറിന് പോകുന്നവരായാലും കൂടുതൽ ആൾക്കാരും ഈ പറഞ്ഞ ആപ്പിൾ കാർപ്ലേയിൽ റിലേ ചെയ്യാറുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കുറേയധികം പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അതുതന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ അടിപൊളി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് എബിൻ സേവ്യ സൈനിങ് ഫ്രം എവിക്ക.